ഇന്ന് നമ്മുടെ ഒരു രസകരമായൊരു വീഡിയോ ആണ്. ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാ ആളുകൾക്കുമുള്ള ഒരു ഭയം, സ്വാഭാവികമായിട്ടും എല്ലാ സുഹൃത്തുക്കളുമുള്ള ഭയം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹൊറിസോണ്ടലായിട്ടാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ വെർട്ടിക്കലായിട്ട് പിടിക്കുക. അതിനുശേഷം ഈ കാണുന്ന ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സ്ക്രീനിൽ നമ്മുടെ വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഇത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ പ്രചോദനമാകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ആളുകൾക്കുമുള്ളൊരു കാര്യമാണ് ക്യാമറയ്ക്ക് മുന്നിലൊരു പേടി, അല്ലേ? സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ നമ്മളെക്കാൾ കഴിവുള്ള എത്രയോ ആളുകളുണ്ട്. പല ടീച്ചർമാരെ നമുക്ക് എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. അതേപോലെ തന്നെ ചില ഡോക്ടേഴ്സിന് പേഴ്സണലി പരിചയമുണ്ട്. അല്ലെങ്കിൽ നല്ല പാട്ട് പാടാൻ കഴിവുള്ള എത്രയോ അടിപൊളി ആൾക്കാരുണ്ട്. നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യമാണ്, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ ഒരു പേടി. ക്യാമറയുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഒരു ചെറിയ പേടി. അസ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കും ഉള്ളൊരു പേടി തന്നെയാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എന്നെ പുറകോട്ട് നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ പുറകോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാട്ടോ. വരുന്ന സുഹൃത്തുക്കൾക്ക് അത് പ്രയോജനകരമാകട്ടെ. അതായത് എൻ്റെ സൗണ്ട്, ഒന്നാമത്തെ കാര്യം, എൻ്റെ സൗണ്ട് എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെ എന്താ പറയുക, എൻ്റെ ഫേസ് എങ്ങനെ ഇരിക്കും, പിന്നെ എന്നെ കണ്ടാൽ മറ്റുള്ളവരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, അയ്യേ ഇവൻ പോൺ എന്നൊക്കെ പറയുമോ എന്നുള്ള ഒരു ചമ്മൽ എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാനില്ല എന്ന് പറയുന്നില്ല. കാരണം യൂട്യൂബ് ചെയ്യാൻ തുടങ്ങുന്ന എല്ലാ ആളുകളോട് ചോദിച്ചാൽ ഇത് തന്നെയാണ്, സൗണ്ടൊന്നും ശരിയല്ല, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ മുഖം ശരിയല്ല, അല്ലെങ്കിൽ മുഖത്തൊരു മറ്റേതുണ്ടാ മറിച്ചുകൊണ്ടാ എന്നൊക്കെ പറയും. ഇതൊക്കെ എല്ലാ ആളുകൾക്കുമുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ചെവി ഉണ്ടല്ലോ, ഈ ചെവിയേക്കാൾ ചെറുതാണ് ഈ ചെവി. അതായത് ഒരു ചെവി വലുതാണെന്നർത്ഥം. അപ്പം ഞാൻ ആലോചിച്ചോ, ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ വലിയ ആനച്ചെവീൻ എന്നൊക്കെ എന്നെ ആൾക്കാർ വിളിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, എൻ്റെ ഇവിടെ ഒരു കറുത്തൊരു മറുകുണ്ട്. ഈ മറുകിൽ തന്നെ ഞാൻ ചില സമയത്തൊക്കെ മൊബൈലിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യും. കാരണം ഈ ഒരു മറുക് കാണുമ്പോൾ എന്താ പറയുക, അയ്യേ അങ്ങനത്തെ അത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകൾക്കുമുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വരികയാണെങ്കിൽ, നമ്മുടെ സൗണ്ടോ നമ്മുടെ ഫേസോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയോ മൂക്കോ ഒക്കെ വലുതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളോ വെച്ച് ക്യാമറയ്ക്ക് മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പല ആൾക്കാർക്കും ഒരു നാണമുണ്ടാവും. ഇതെല്ലാം നമ്മളുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്ന് നമ്മൾ ആദ്യം നമ്മളുടെ മനസ്സിനോട് പറയാം. ഉപബോധ മനസ്സിനോട് പറഞ്ഞോ മറ്റേ മനസ്സിനോട് പറഞ്ഞോ എന്നൊക്കെ പറയാം. പക്ഷേ അണ്ടിയോടെടുക്കുമ്പോഴേ മാങ്ങാടെ പുളി അറിയുമെന്ന് പറഞ്ഞ പോലെ തന്നെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആർക്കും സാധിക്കുന്നില്ല. ഞാൻ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ആദ്യം എൻ്റെ ഈ സൗണ്ട് ഈ ഒച്ച എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഈ സൗണ്ട് ഞാൻ എൻ്റെ വാട്സപ്പിൽ റെക്കോർഡ് ചെയ്തു. വാട്സപ്പ് ഞാൻ തന്നെ എൻ്റേതായ ഒരു ഗ്രൂപ്പിൽ, ഞാൻ തന്നെ അഡ്മിനായിട്ടൊരു ഗ്രൂപ്പിൽ, വേറെ ആർക്കും മെമ്പർഷിപ്പില്ല, ഞാൻ മാത്രമാണ് അതിൻ്റെ മെമ്പർ. ഒരു ഗ്രൂപ്പിലേക്ക് ആദ്യം സൗണ്ട് ഇട്ട് നോക്കി. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണോ വീഡിയോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞൊരു സൗണ്ട്. എന്നിട്ട് ആദ്യം ഒന്ന് കേൾക്കും, പിന്നെ ഡിലീറ്റ് ചെയ്യും. ആദ്യം ഒന്ന് കേൾക്കും, പിന്നെ ഡിലീറ്റ് ചെയ്യും. ഇത് കേട്ട് ബാത്റൂമിൽ പോകുന്ന സമയത്തും അല്ലെങ്കിൽ വണ്ടി പോകുന്ന സമയത്തൊക്കെ കേട്ട് സൗണ്ട് കേൾക്കുമ്പോൾ എന്നിലുണ്ടായിരുന്ന ചമ്മൽ ഞാൻ തന്നെ മാറ്റി. അതായത് എൻ്റെ സൗണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ഭാര്യ തന്നെ അവൾ പറയാറുണ്ട്, അയാളുടെ വീഡിയോ ചാനൽ ചെയ്ത് കഴിയുമ്പോൾ അയാൾ പറയും, ഞാൻ കാണുന്നില്ലോ. കാര്യം എന്താണ്, അയാളുടെ സൗണ്ട് കേൾക്കാൻ ഒരു എന്തോ ഒരു സാധനം നമ്മൾ പുറകിലേക്ക് വഹിക്കും. അപ്പോൾ വാട്സപ്പിൽ നിരന്തരം ഇങ്ങനെ ഓഡിയോ കേൾക്കുക. രണ്ടാമത്തെ കാര്യമാണ് ഫോട്ടോ. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വെഡ്ഡിങ് ഇൻഡസ്ട്രിയിലൊക്കെ അറിയുന്ന സുഹൃത്തുക്കൾക്ക് അറിയാൻ പറ്റും, ഫോട്ടോ ആൽബം കൊള്ളിയതായിട്ടൊന്നുമല്ല, അല്ലേ? ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് കൊള്ളുമ്പോൾ അവൻ ചെയ്ത പ്രൊഫഷണലോ അവൻ ചെയ്ത വർക്കോ മോശമായിട്ടില്ല. ഇതിൽ ഞാൻ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടോ എൻ്റെ പൗഡറോ അല്ലെങ്കിൽ എൻ്റെ കൺമഷിയോ അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ മീശയോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫോട്ടോ കൊള്ളില്ല. അതാണ് ഇവിടെ നടക്കുന്ന മെയിനായിട്ടുള്ള. കാരണം ഫോട്ടോഗ്രാഫറെ കുറ്റം പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ. ഫോട്ടോ കൊള്ളില്ലാന്ന് നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് പറയും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം. അതായത് ഒന്ന് രണ്ട് സെൽഫിയൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഇങ്ങനെ നിൽക്കും, ചില പെണ്ണുങ്ങളൊക്കെ
ഇങ്ങനെ നിൽക്കും. അതൊക്കെ നല്ല നല്ല ഫോട്ടോ. ചില 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 സഹോദരിമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല മേക്കപ്പൊക്കെ ഇട്ടിട്ട് വരും. മേക്കപ്പൊക്കെ ഇട്ട് വരുന്ന സമയത്ത് ഈ ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ലിപ്സ്റ്റിക്ക് അവിടെ ഇവിടെയൊക്കെ കയറിയോ തിരിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഫോട്ടോ കൊള്ളില്ല, ഫോട്ടോ മോശം. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡുകൾ മാറി ഒന്നോ രണ്ടോ വീഡിയോസ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം ഇത് 1-2 ആളുകൾക്ക് അയച്ചു കൊടുക്കണം. അതെന്താ പറയുക, 1-2 ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കമൻറ്റ് ഇതായിരിക്കണം. അമ്പോ തുടങ്ങിയ എടി അത് ശരിയായില്ല, അത് ശരിയായില്ല, അത് മറ്റേ ശരിയായില്ല എന്ന കമൻറ്റ് മാത്രമേ അവർ നമ്മളോട് പറയുള്ളൂ. ആ കമൻറ്റ് പ്രതീക്ഷിച്ചിട്ട് വേണം നമ്മളെന്താ ചെയ്യുക, ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കാൻ. അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ ആയിരിക്കണം നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഫേസ്ബുക്കിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്താലും ചെയ്യേണ്ടത്. അങ്ങനെ 1-2 നാണത്തിൻ്റെ അറപ്പ് മാറുക എന്നുള്ള ഒരു പഴമൊഴി ഉണ്ടല്ലോ, അതിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ എന്താ പറയുക വളരെ ഫ്ലെക്സിബിളായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതെല്ലാം ചെയ്തു. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ക്യാമറയെ വളരെ സുഹൃത്തായിട്ടൊക്കെ കാണണമെന്നൊക്കെയാണ് ഈ യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസ് പരിശോധിക്കുമ്പോൾ പറയണത്. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. പക്ഷേ വീഡിയോയ്ക്ക് മുന്നിൽ ആവശ്യമില്ലാത്ത കൈപൊക്കൽ, എൻ്റെ വീഡിയോ നിങ്ങൾ കാണൂ, നിങ്ങൾ വരൂ എന്നുള്ള തിരുവാതിര കളിക്കാതെ നമ്മളെങ്ങനെയാണ് അതിൽ ഭാഷ പ്രശ്നമല്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഓരോ സ്ഥലത്തും ഓരോ രീതികളായിരിക്കും. കാലിക്കറ്റിലെ നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയുമ്പോൾ അവർ ഴ പറയാറില്ല, യായാണ് പറയുന്നത്. അത് അവരുടെ സ്വാഭാവികത, അവരുടെ നാടിൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ പെട്ടെന്ന് മാറ്റാനായിട്ട് നമ്മൾ എന്താ പറയുക വളരെ സ്ട്രെയിൻ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ ഒരു സ്വാഭാവികത, അതായത് അഭിനയിക്കുന്നതായിട്ട് ഒരു തോന്നൽ തോന്നും. അതില്ലാതെ വളരെ നാച്ചുറലായിട്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല, ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, അതിനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങോട്ട് സ്വാഭാവികമായിട്ട് പറയുക. എനിക്കതിൽ പറഞ്ഞാൽ വളരെ സങ്കടം തോന്നിയ കാര്യം, ഞങ്ങൾ കഴിഞ്ഞ വർക്ക്ഷോപ്പിനായിട്ട് ദുബായി പോയ സമയത്ത് വളരെ രസകരമായിട്ട് കഥ പറയുന്ന ഒരാൾ, അതായത് ഇയാളുടെ കൂടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഇയാളുടെ കഥ കേട്ടിരിക്കാൻ തോന്നും. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇരുന്ന് കഥ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചിന്തിക്കാത്തത്? നമ്മളൊക്കെ ഷെയർ ചെയ്യാം, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാം, അത് നല്ല കാര്യമല്ല, നിങ്ങൾ വളരട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞത് എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ ഒരു സുഖമില്ല. ഞാൻ പറഞ്ഞു, ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് സുഖമില്ല? അതെന്താ സുഖമില്ലാത്ത? അയാളും പറഞ്ഞത് തന്നെയാണ്, മറ്റുള്ളവരെന്ത് പറയും, എൻ്റെ സൗണ്ട്, അതൊക്കെയാണ് പല ആളുകളെയും പുറകോട്ട് ചിന്തിപ്പിക്കുന്നത്. പിന്നെ നമ്മുടെ മുഖത്ത് ഏതെങ്കിലും ഒരു പാടോ അല്ലെങ്കിൽ എന്താ പറയുക മോക്കുരു ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കും. അത് ശരിയല്ല, ഇത് ശരിയല്ല. അങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബിലേക്ക് വരാൻ സാധിക്കില്ല. കല്ലി കിട്ടി പോയാൽ പോയി. ഇതൊന്നും റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. പിന്നെ ഇത് സംസാരിച്ച് നമുക്ക് ക്യാമറയ്ക്ക് മുന്നിൽ നാണം മാറും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പം ലുലു പോയ പാട്ടൊക്കെ പാടും. ലുലുവിൽ ആ ഒരു എന്താ പറയുക ഗ്രൗണ്ട് ഫ്ലോറിൽ കുറേ സ്റ്റേജിങ് ആക്ടിവിറ്റീസ് ഉള്ള കാരണം ഞാൻ അവിടെ കയറുന്ന പാട്ടൊക്കെ പാടും. നാണം മാറിയാലുണ്ടല്ലോ അടിപൊളി പരിപാടി. എന്തായാലും നമ്മുടെ യൂട്യൂബ് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഇതൊരു പ്രചോദനമാകട്ടെ. ക്യാമറയ്ക്ക് മുന്നിൽ നാണം മാറ്റുക, വാട്സപ്പിലൂടെ ഓഡിയോ വെച്ച് നിങ്ങൾ തന്നെ 4-5 തവണ കേൾക്കുക, മനസ്സിരുത്തി അങ്ങോട്ട് കേൾക്കുക. വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, അവരിൽ നിന്ന് നെഗറ്റീവ് കമൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. 3-4 വീഡിയോസ് ചെയ്ത് വരുമ്പോഴല്ലോ ഇത് അടിപൊളി സാധനമായിട്ട് മാറും. എല്ലാവർക്കും യൂട്യൂബിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതുപോലുള്ള ചെറിയ അനുഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.